അടുത്തതായി നമ്മൾ പഠിക്കുന്ന പാഠം ദ്വിചക്രികായാഹ ദുഃഖം. എന്താണ് ദ്വിചക്രികായാഹ ദുഃഖം? നമ്മൾ ധാരാളം വാഹനങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ വാഹനങ്ങളുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ ആ വാഹനങ്ങളുടെ പേരുകൾ ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? പശ്യന്തു. യാനാനി വാഹനങ്ങൾ. എന്ത് വാഹനമാണിത്? കാർ വാഹനം അല്ലേ? കാർ വാഹനം, കാർ യാനം. ഭാരവാഹനം, ഭാരവാഹനം ലോറി. ലോകയാനം, ലോകയാനം ബസ്. മഹാനൗക കപ്പൽ. നൗക വഞ്ചി. റേൽയാനം തീവണ്ടി. വിമാനം വിമാനം. പുഷ്പക വിമാനം. ത്രിചക്രിക ഓട്ടോറിക്ഷ, 3 കാല് ചക്രം. മഞ്ചഹ മഞ്ചൽ. ദ്വിചക്രിക 2 ചക്രം, ദ്വിചക്രിക സൈക്കിൾ. അശ്വശകടഹ ശകടഹ. ഉപഗ്രഹ ക്ഷേപണി റോക്കറ്റ്. വൃഷഭശകടഹ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വാഹനങ്ങളുടെ പേരുകൾ കണ്ടിരുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സർവ്വസാധാരണയായി കാണുന്ന വാഹനങ്ങളാണ്. അതിൽ നമ്മൾ കാറ്, ജീപ്പ്, ലോറി ഒക്കെ നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ 1-2 പേർക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കാനായി സാധാരണ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? സ്കൂട്ടർ അല്ലേ? സ്കൂട്ടർ എങ്ങനെയാണ് ഓടുക? സ്കൂട്ടറിൽ നമ്മൾ പെട്രോൾ അടിച്ചു കൊടുക്കും അല്ലേ? അതിന് പെട്രോൾ അടിച്ചു കൊടുത്താണ് സ്കൂട്ടർ ഓടുന്നത്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിന് മുമ്പ്, അതായത് ടീച്ചറുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സ്കൂട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂട്ടറിന് പകരം സൈക്കിളായിരുന്നു. ഇന്നത്തെ സ്കൂട്ടറിൻ്റെ സ്ഥാനം അന്ന് സൈക്കിളായിരുന്നു. സൈക്കിളും സ്കൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ സൈക്കിളിലാണ് എങ്കിൽ പെട്രോളൊന്നും വേണ്ട. ആ ചക്രങ്ങളിൽ കാറ്റടിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ചക്രങ്ങൾക്ക് കാറ്റടിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ചവിട്ടിക്കറക്കിയാണ് പോകുന്നത്. അപ്പം നമുക്ക് നല്ലൊരു വ്യായാമവും കൂടിയാണ് സൈക്കിൾ യാത്ര. സ്കൂട്ടറിനാണെങ്കിലോ നമ്മൾ പെട്രോൾ അടിക്കണം. അതുപോലെ യാതൊരുവിധ വ്യായാമവും സ്കൂട്ടർ യാത്രയ്ക്ക് ഇല്ലല്ല. എന്നാലും നമ്മൾ പുതുമകൾ നേടുമ്പോൾ പഴമയെ കളയുന്നവരാണല്ലേ? നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പഴയതിനേക്ക് ഉപേക്ഷിച്ച് പോകാറാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വൃഷഭശകടഹ കാളവണ്ടി, അശ്വശകടഹ കുതിരവണ്ടി, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. അതുപോലെ നമ്മൾ ദ്വിചക്രികായി ഉപേക്ഷിച്ചു. എന്ത്? സൈക്കിളിനെ. ആ സൈക്കിളിൻ്റെ ദുഃഖം, സൈക്കിൾ തൻ്റെ ദുഃഖം പറയുന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. എന്താണ് സൈക്കിളിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തേ, എല്ലാവർക്കും സമ്മതമല്ലേ? നോക്കൂ, നമുക്കൊന്ന് നോക്കാം. ദ്വിചക്രികായാഹ ദുഃഖം. എന്താണ്? ദ്വിചക്രികായാഹ ദുഃഖം, സൈക്കിളുകളുടെ ദുഃഖം. ദ്വിചക്രിക സൈക്കിൾ, ദ്വിചക്രികാഹ സൈക്കിളുകൾ, സൈക്കിളിൻ്റെ ദുഃഖം. നമുക്ക് ടീച്ചർ ആദ്യം ഒന്ന് വായിക്കാം. ആദ്യത്തെ പാരഗ്രാഫ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഭോഹോ ഛാത്രാഹ ഭവന്തം മാം ജാനന്തി കില അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾ യാനം അഹം ഇദാനീം ദുഃഖിതഃ കാരണം കിമിതി വദാമി മാനവാഹ മാം ഉപേക്ഷ്യ മോട്ടോർ യാനാനി ആശ്രയന്തി മമ ഗുണാൻ തേ വിസ്മരന്തി ച. ഒന്നും കൂടി നോക്കൂ. ഭോഹോ ഛാത്രാഹ, ഛാത്രാഹ കുട്ടികളെ. ഭോഹോ ഛാത്രാഹ അല്ലയോ കുട്ടികളെ.
ഭവന്തഃ മാം ജാനന്തി കില. നിങ്ങൾ മാം ജാനന്തി കില, എന്നെ അറിയുമോ? നിങ്ങൾ എന്നെ അറിയുമോ? മാം എന്നെ, ഭവന്തഃ നിങ്ങൾ മാം എന്നെ, ജാനന്തി കില ജാനതി അറിയുക, ജാനന്തി അറിയുമോ? നിങ്ങൾ എന്നെ അറിയുമോ? ഭവന്തഃ മാം ജാനന്തി കില അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾയാനം. അഹമേവ ഞാൻ തന്നെയാണ്, ഏവ തന്നെ, അഹമേവ ഞാൻ തന്നെയാണ്, ഭവതാം പ്രിയമിത്രം നിങ്ങളുടെ പ്രിയമിത്രം സൈക്കിൾയാനം. ഞാനാണ് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സൈക്കിൾ വണ്ടി. അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾ യാനം. നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാനാണ് നിങ്ങളുടെ സൈക്കിൾ വണ്ടി. അഹം ഇതാനീം ദുഃഖിതഃ. അഹം ഞാൻ, ഇതാനീം ഇപ്പോൾ. അഹം ഇതാനീം ദുഃഖിതഃ ഞാനിപ്പോൾ വളരെ ദുഃഖത്തിലാണ്. കാരണം കിമിതി വദാമി, കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം കിമിതി വദാമി, കാരണം എന്താണെന്ന് പറയാമോ? മാനവാഹ മാം ഉപേക്ഷ്യ മോട്ടോർ യാനാനി ആശ്രയന്തി. മാനവാഹ മനുഷ്യർ, മാം ഉപേക്ഷ്യ എന്നെ ഉപേക്ഷിച്ചിട്ട്, മാനവാഹ മാം ഉപേക്ഷ്യ മോട്ടോർ യാനാനി ആശ്രയന്തി മോട്ടോർ വാഹനങ്ങളെ ആശ്രയിക്കുന്നു. ആരെ? മാനവാഹ നിങ്ങൾ ജനങ്ങൾ, മാം എന്നെ, മാം കഹ ദ്വിചക്രികാഹ ഉപേക്ഷ്യ മോട്ടോർ യാനാനി മോട്ടോർ വാഹനങ്ങളെ ആശ്രയിക്കുന്നു. മമ ഗുണാൻ തേ വിസ്മരന്തീച്ച. മമ ഗുണാൻ എൻ്റെ ഗുണങ്ങളെ അവർ വിസ്മരിക്കുകയും ചെയ്തു. ഒന്നുകൂടി നോക്കൂ. ഭോ ഛാത്രാഹ ഭവന്തഃ മാം ജാനന്തി കില. അല്ലയോ കുട്ടികളെ, നിങ്ങൾ എന്നെ അറിയുമോ? അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾ യാനം. ഞാനാണ് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സൈക്കിൾ. അഹമേവ ഇതാനീം ദുഃഖിതഃ ഞാനിപ്പോൾ വളരെയേറെ ദുഃഖിതയാണ്. കാരണം കിമിതി വദാമി, കാരണം എന്തെന്ന് പറയാമോ? മാനവാഹ മാം ഉപേക്ഷ്യ മോട്ടോർ യാനാനി ആശ്രയന്തി. മനുഷ്യർ എന്നെ ഉപേക്ഷിച്ചിട്ട് മോട്ടോർ വാഹനങ്ങൾ ആശ്രയിക്കുന്നു. മമ ഗുണാൻ തേ വിസ്മരന്തീച്ച അവരെന്റെ ഗുണങ്ങളെ മറന്നിരിക്കുന്നു. ഗമനായ ഇന്ധനം നാവശ്യകം. കൃശമാർഗേണാപി അനായാസേന ഗമനം യാത്രികാഃ വ്യായാമം ലഭതേച്ച. കിം ബഹുന ഹിതായാത്ര വ്യയം വിന ഇത്യസ്തി മമ സന്ദേശഃ. ഗമനായ ഇന്ധനം ന ആവശ്യകം. ന ആവശ്യകം, ന ആവശ്യകം, ആവശ്യം ഇല്ല. ന ആവശ്യം, ന ആവശ്യം എന്ന് വെച്ചാൽ ആവശ്യമില്ല. എന്തിന്? ഗമനായ സഞ്ചരിക്കാൻ. ഗമനായ ഇന്ധനം ന ആവശ്യകം സഞ്ചരിക്കാൻ ഇന്ധനം ആവശ്യമില്ല. കൃശമാർഗേണാപി ഇടുങ്ങിയ മാർഗത്തിൽ കൂടി, കൃശമാർഗേണ ഇടുങ്ങിയ റോഡിൽ കൂടിയാപി അനായാസേന ഗമനം എന്നിൽ അനായാസമായിട്ട് യാത്ര ചെയ്യാം. കൃശമാർഗേണാപി അനായാസേന ഗമനം ചെറിയ ഇടുങ്ങിയ റോഡിൽ കൂടി പോലും വളരെ അനായാസമായിട്ട് പോകാം. യാത്രികാഹ വ്യായാമം ലഭന്തേച്ച. യാത്രികാഹ യാത്രക്കാർക്ക് വ്യായാമം ലഭിക്കുന്നു. എന്നിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് വ്യായാമം ലഭിക്കുന്നു. കിം ബഹുന എന്തിനാ കൂടുതൽ പറയുന്നത്? ഹിതായാത്രാ വ്യയം വിന. ഹിതായാത്ര ഹിതമായിട്ട് ഉചിതമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം, സൗകര്യമായിട്ട് യാത്ര ചെയ്യാം. വ്യയം വിന
ചിലവ് കൂടാതെ. ചിലവില്ലാതെ ഉചിതമായ രീതിയിൽ യാത്രയും ചെയ്യാം. ഇത്യസ്തി മമ സന്ദേശഃ എന്നതാണ് എൻ്റെ സന്ദേശം. അപ്പോൾ എന്താണ് എൻ്റെ സന്ദേശം? ഹിതയാത്രാ വ്യയം വിന. ഹിതമായിട്ട് യാത്ര ചെയ്യാം, സൗകര്യപ്രദമായി യാത്ര ചെയ്യാം, വലിയ ചെലവില്ലാതെ. ആണ്ടിലൊരിക്കൽ വല്ലപ്പോഴോ കുറേ കാലം ചെല്ലുമ്പോൾ ഒന്ന് കാറ്റടിച്ചു കൊടുത്താൽ മാത്രം മതി. പെട്രോളിന് അങ്ങനെയാണോ? 1 ലിറ്റർ പെട്രോളിന് ഇത്ര കിലോമീറ്റർ ഓടും, അങ്ങനെയുണ്ട് അല്ലേ? ഗമനായ ഇന്ധനം ന ആവശ്യകം. കൃശാമാർഗേണ അപി അനായാസേന ഗമനം. യാത്രികാഃ വ്യായാമം ലഭന്തെ ച. കിം ബഹുന ഹിതയാത്ര വ്യയം വിന ഇത്യസ്തി മമ സന്ദേശഃ. ടീച്ചർ ഒന്നും കൂടി വായിക്കാം. ഭോ ഛാത്രാഃ ഭവന്തഃ മാം ജാനന്തി കില. അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾ യാനം. അഹമിതാനി ദുഃഖിത. കാരണം കിമിതി വദാമി. മാനവാഃ മാം ഉപേക്ഷ്യ മോട്ടോർ യാനാനി ആശ്രയന്തി. മമ ഗുണ തേ വിസ്മരന്തി ച. ഗമനായ ഇന്ധനം ന ആവശ്യകം. കൃശമാർഗേണാപി അനായാസേന ഗമനം. യാത്രികാഃ വ്യായാമം ലഭന്തെ ച. കിം ബഹുന ഹിതയാത്ര വ്യയം വിന ഇത്യസ്തി മമ സന്ദേശഃ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കിനി വായിക്കാൻ പറ്റുമല്ലോ. അർത്ഥവും മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എന്താണ് പറഞ്ഞത്? അല്ലയോ കുട്ടികളെ, നിങ്ങൾക്കെന്നെ അറിയാമോ? ഞാനാണ് നിങ്ങളുടെ പ്രിയമിത്രമായ സൈക്കിള്. ഞാനിപ്പോൾ വളരെയേറെ ദുഃഖിതയാണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം ഞാൻ പറയാം. ജനങ്ങൾ ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ച് മോട്ടോർ വാഹനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ ഗുണങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു, മറന്നിരിക്കുന്നു. എനിക്ക് സഞ്ചരിക്കാനായി എന്തു വേണ്ട? ഇന്ധനം വേണ്ട. ഞാൻ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചു കൊള്ളും, വളരെ അനായാസമായിട്ട്. യാത്രികർക്ക് വ്യായാമവുമാണ്. എന്തിനാ ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നത്? നല്ല ഹിതമായ ഉചിതമായ യാത്രയ്ക്ക് ചിലവ് കുറഞ്ഞ മാർഗം, ചിലവില്ലാത്ത ചിലവ് കൂടാതെയുള്ള ഹിതമായ യാത്രയാണ്. അതാണ് എൻ്റെ സന്ദേശം. അപ്പോൾ സൈക്കിളിൻ്റെ സന്ദേശം ഹിതയാത്ര വ്യയം വിന. അപ്പോൾ ഇത് സൈക്കിൾ തന്നെക്കുറിച്ച് പറഞ്ഞതാണല്ലേ. ഇതുപോലെ നമുക്കും നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവില്ലേ? നമുക്ക് നമ്മളെക്കുറിച്ചും ഇതുപോലെ പറയാനുണ്ടാവും. ഓരോ വസ്തുക്കൾക്കും ഇതുപോലെ പറയാനുണ്ടാവും അല്ലേ. നമുക്കതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ എഴുതാൻ. ഒരു ആത്മകഥ, സ്വന്തമായിട്ടുള്ള തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതായിട്ട്. അങ്ങനെ നമുക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ചില വാക്കുകളുടെ അർത്ഥമൊന്ന് നോക്കാം. ജാനാതി അറിയുന്നു. അഹം ഞാൻ. യാനം വണ്ടി. ഇഥാനീം ഇപ്പോൾ. മാനവാഹ മനുഷ്യർ. വിസ്മരന്തി മറക്കുന്നു. ഗമനായ സഞ്ചരിക്കാൻ. കൃശമാർഗേണ ഇടുങ്ങിയ റോഡ്. വിന കൂടാതെ. ഒന്നുകൂടി പറയാം. ജാനാതി അറിയുന്നു. അഹം ഞാൻ. യാനം വണ്ടി. ഇതാനീം ഇപ്പോൾ. മാനവാഹ മനുഷ്യർ. വിസ്മരന്തി മറക്കുന്നു. ഗമനായ സഞ്ചരിക്കാൻ. കൃശമാർഗേണ ഇടുങ്ങിയ റോഡ്. വിന കൂടാതെ. ഇനി പിരിച്ചെഴുതിയിരിക്കുന്ന, ഇത് ചേർത്തിരിക്കുന്ന വാക്കുകൾ എങ്ങനെ പിരിക്കാമെന്ന് നോക്കൂ. അഹമേവ. അഹം ഏവ. ആ പിരിക്കുന്ന ഭാഗം ടീച്ചർ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. കിമിതി. കിം
ഇതി. ന ആവശ്യകം, ന ആവശ്യകം, നാവശ്യകം. ഇത്യസ്തി, ഇതി അസ്തി. അപ്പോൾ ഈ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇതിൻ്റെ വർക്ക്ഷീറ്റ് നൽകുന്നതാണ്. ഏവർക്കും നന്ദി. द्विचक्रिकायाः दुःखम्। भोः छात्राः, भवन्तः मां जानन्ति किल? अहमेव भवतां प्रियमित्रं सैकल् यानम्। अहमिदानीं दुःखितः। कारणं किमिति वदामि? मानवाः माम् उपेक्ष्य मोटर् यानानि आश्रयन्ति। मम गुणान् ते विस्मरन्ति च। गमनाय इन्धनं न आवश्यकम्। कृशमार्गेणापि अनायासेन गमनं। यात्रिकाः व्यायामं लभन्ते च। किं बहुना हिता यात्रा व्ययं विना इत्यस्ति मम सन्देशः।